അഗ്നിസാക്ഷി. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. ലവ് ആരോട്? അജു ആകാംക്ഷയോടെ ചോദിച്ചു. ദേവു. ആദി ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ മറുപടി അർജുൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അർജുൻ അവനെ അത്ഭുതത്തോടെ നോക്കി. ആദി, എന്താ നീ പറയുന്നേ? ദേവുവിനെ ഇഷ്ടമാണെന്നോ? അർജുൻ വർദ്ധിച്ചു വന്ന ആകാംക്ഷയോടെ ചോദിച്ചു. അതെ, എന്തോ എനിക്കിഷ്ടായി. ആദി മറുപടി പറഞ്ഞു. അർജുൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നീ രാവിലെ അവളോട് പറഞ്ഞതോ നിന്നെ അഗ്നിയെപ്പോലെ കാണണമെന്ന്? മനസ്സിൽ തോന്നിയ സംശയം അവൻ ആദിയോട് ചോദിച്ചു. ഓ, അതൊക്കെ അപ്പൊ ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഞാൻ ജസ്റ്റ് പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാ നിന്നെ. അജുവിൽ സമാധാനം നിറഞ്ഞു. ഓക്കെ അജു, ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കട്ടെ. നിനക്കിഷ്ടമാണോ ദേവുവിനെ? ഞാൻ നിന്നെക്കുറിച്ച് നാളായി വാച്ച് ചെയ്യുന്നു. നിനക്ക് ദേവുവിനോട് എന്തോ ഒരു ഇഷ്ടമുള്ളതുപോലെ എനിക്കെപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. പറ അജു, നിനക്ക് അവളെ ഇഷ്ടമാണോ? ആദ്യ ആകാംക്ഷയോട് ചോദിച്ചു. ഇഷ്ടമോ? എനിക്കറിയില്ല ആദി. ഒരിഷ്ടമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയില്ല. അവളോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം ഏത് രീതിയാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അജു അവൻ്റെ ആശങ്ക ആദിയോട് പങ്കുവച്ചു. കള്ളക്കാമുകൻ. അവൻ അവളോട് പ്രേമമാണെന്ന് അവന് മാത്രം മനസ്സിലായിട്ടില്ല. സിംഗിളായി എനിക്ക് വരെ മനസ്സിലായി ഇവൻ അവളോടുള്ള പ്രേമം. ഇവനേക്ക് എന്താ വേണ്ടത്? ആ, അവൻ തന്നെ മനസ്സിലാക്കട്ടെ. ആദി ഓർത്തു. അജുവും ആദിയും സൈറ്റിലേക്ക് തിരിച്ചു. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ദേവുവിൻ്റെ ഫോൺ ശബ്ദിച്ചത്. അവൾ ഫോൺ നമ്പർ എടുത്തു നോക്കി. ആശ്രമത്തിലെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് കോളെന്ന് കണ്ടതും അവളുടെ നെഞ്ചൊന്ന് കാളി. അവിടെ അമ്മയ്ക്കും ഏട്ടനും ഒക്കെ ഒത്തിരി ഭേദമുണ്ടെന്ന് അറിഞ്ഞിരുന്നു. എങ്കിലും ഭയമാണ് തനിക്ക്. ദേവു ഫോൺ ചെവിയിലേക്ക് വെച്ചു. ഹലോ, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. മോളെ ദേവു. വർഷങ്ങൾക്ക് ശേഷം കേട്ട ശബ്ദം. അവൾക്കൊന്ന് തിരിച്ചു പറയാനാവാതെ അവളുടെ ശബ്ദം ബന്ധിക്കപ്പെട്ടു. കണ്ണുകൾ പിന്നെയും പിന്നെയും നിറഞ്ഞൊഴുകി. ഏട്ടാ. കുറച്ചു നേരത്തെ മൗനത്തിനൊടുവിൽ അവൾ വിളിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവന്റെ ശബ്ദം കാതുകളിലെത്തിയ അകപ്പിലായിരുന്നു ദേവു. എന്തു പറയണമെന്ന് രണ്ടുപേർക്കും അറിയില്ല. കണ്ണുകൾ ഇടതടവില്ലാതെ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഒട്ടൊരു പകപ്പിന് ശേഷം നിശബ്ദതയ്ക്കൊടുവിൽ ദേവു തന്നെ സംസാരിച്ചു തുടങ്ങി. ഏട്ടാ, സുഖാണോ? വിതുമ്പലടക്കിയുള്ള അവളുടെ വാക്കുകൾ. അതേ മോളെ. ശബ്ദം തിരിച്ചു കിട്ടിയിട്ട് ഒരാഴ്ചയെ. കൈകാൽ വിരലുകൾ മാത്രം ചലിപ്പിക്കാൻ കഴിയുള്ളൂ. ഇപ്പോഴും മറ്റൊരാളുടെ സഹായം വേണം എല്ലാത്തിനും. എങ്കിലും എനിക്ക് ഇവിടുത്തെ സ്വാമിജിയെ വിശ്വാസമുണ്ട് മോളെ. എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ നിന്നും എനിക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന്. വാക്കുകൾ ഇടറുന്നുണ്ടെങ്കിലും അഗ്നി ആത്മവിശ്വാസത്തോടെ പറയുന്നത് കേട്ട് ദേവുൽ സമാധാനം നിറഞ്ഞു. കഴിയും, എൻ്റെ ഏട്ടന് തിരിച്ചു വരാൻ കഴിയും. ഇപ്പോഴെനിക്ക് 100% ഉറപ്പ് തോന്നുന്നുണ്ട്. മഹാദേവൻ നമ്മളെ കൈവിടില്ലേട്ടാ, അവൾ പ്രതീക്ഷയോടെ പറഞ്ഞു. മോളെ, അമ്മയും അച്ഛനൊക്കെ എവിടെ? അവൻ്റെ ആ ചോദ്യത്തിൽ നിന്നും അമ്മയുടെ അവസ്ഥ അവൻ അറിഞ്ഞില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇത്ര നേരം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് മാഷത്തിൻ്റെ അടുത്തേക്ക് രണ്ടാളും പോയത്. വേദനയോടെയാണെങ്കിലും അവനെ വിഷമിപ്പിക്കാതിരിക്കാനായി അവൾ ഒരു കളവ് പറഞ്ഞു. ഇതൊക്കെ അറിയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകും. അച്ഛൻ വന്നിട്ട് ഞാൻ ഈ നമ്പറിലേക്ക് വിളിക്കാം, ദേവു സന്തോഷത്തോടെ പറഞ്ഞു. മോളെ, ഇവിടെ ഫോൺ അനുവദനീയമല്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഫോൺ വിളി പോലും കഴിയൂന്നാ സ്വാമി പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി അനുവാദം വാങ്ങിയിട്ട് വിളിക്കാം. ഇപ്പോൾ സമയം കഴിഞ്ഞു കേട്ടോ. എൻ്റെ മോൾ പേടിക്കണ്ട. ഏട്ടൻ ഉറപ്പായും പൂർണ്ണമായ ആരോഗ്യത്തോടെ നിന്റെ അരികിൽ എത്തിയിരിക്കും. അവൻ്റെ വാക്കുകൾ അവളിലും ആത്മവിശ്വാസം പകർത്തി. പിന്നെയും കുറച്ചു നേരം കൂടി സംസാരിച്ച ശേഷം അവൻ കോൾ കട്ട് ചെയ്തു. വരും. അമ്മയും പഴയ പോലെ നടന്നിവിടേക്ക് വരും. എൻ്റെ ഏട്ടൻ്റെ കൈയും പിടിച്ച്. അവനിൽ കണ്ട ആത്മവിശ്വാസം അവളിലേക്കും പകർന്നിരുന്നു. അഗ്നിയുടെ ചികിത്സയിലെ പുരോഗമനം ദേവുവിൽ നിന്നും അറിഞ്ഞ അജുവിൻ്റെ മനസ്സിലും ആശ്വാസത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞു. എല്ലാം കലങ്ങി തെളിയാൻ പോകുന്നു. എങ്കിലും ആരാണ് ഇതിനൊക്കെ പിന്നിലെന്ന ചിന്ത അവനെ ആശങ്കപ്പെടുത്തി.
അതവൻ ദേവുവിനോടും പങ്കുവച്ചു. അജുവേട്ടാ, അപകടത്തിന് പിന്നിൽ ആരാണെന്ന് അഗ്നിയേട്ടനോട് ചോദിച്ചാൽ നമുക്ക് അറിയാൻ കഴിയില്ലേ? ദേവു തന്റെ സംശയം അജുവിനോട് ചോദിച്ചു. ഇതൊക്കെ അഗ്നിക്കും അറിയും എന്ന് നമുക്ക് പൂർണ്ണമായും ഉറപ്പാക്കാൻ കഴിയില്ല. അന്ന് ബാംഗ്ലൂരിൽ സംഭവിച്ചത് എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. പിന്നെ അഗ്നിയോട് ഇപ്പൊ ചോദിച്ചാൽ അബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി അവനോട് പറയേണ്ടി വരും. അത് അവന്റെ ചികിത്സയെ ബാധിക്കും. അവനൊന്ന് ഭേദപ്പെട്ട ശേഷം പറയുന്നല്ലേ നല്ലത്. അഗ്നിയുടെ തിരിച്ചുവരവ് അബിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കും. അർജുൻ തന്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നമുക്ക് കാത്തിരിക്കാല്ലേ? അതെ, കാത്തിരിക്കുന്നതാവും നല്ലത്. അജുവേട്ടാ, എനിക്ക് അഗ്നിയേട്ടനെ ഒന്ന് കാണണമെന്നുണ്ട്. അഗ്നി വിളിച്ച നേരം മുതൽ അവനെ കാണാൻ അവളുടെ ഹൃദയം തുടികൊട്ടുകയാണ്. തനിക്ക് ഞങ്ങളുടെ കൂടെ വരാൻ വിശ്വാസമുണ്ടോ? അജു അത്ഭുതത്തോടെ അവളെ നോക്കി. അത് മുന്നേയല്ലേ? എനിക്കിപ്പോൾ വിശ്വാസമാണല്ലോ, എന്നേക്കാളേറെ. ദേവു അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവന്റെ ചുണ്ടിലേക്കും ആ ചിരി പടർന്നു. അഗ്നിയുടെ മാറ്റം മനയിൽ പഴയ സന്തോഷം തിരികെ കൊണ്ടുവന്നു. മാഷച്ചനും ടീച്ചറമ്മയും മിത്തവും കൂടാതെ. വൈശവും നാട്ടിൽ വന്നിട്ടുണ്ട്. എല്ലാവരും സന്തോഷം പങ്കുവയ്ക്കാൻ മനയിലെത്തിയതാണ്. അവരെ കൂടാതെ അജുവും സഖ്യവുമുണ്ട്. അജുവിനോട് എന്തോ പറയാൻ മുകളിലേക്ക് കയറിയതാണ് മിത്തു. ബാൽക്കണി കാണുമെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകാൻ ചെന്നപ്പോൾ കാരിരുമ്പ് പോലെ എന്തിലോ ചെന്ന് ഇടിച്ചതും വീണതും ഒന്നിച്ചാണ്. മിത്തു കണ്ണുകൾ തുറന്നു നോക്കി. ശിവ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇരുനിറത്തിൽ കണ്ണുകൾ നിറയെ പീലികളുള്ള കുഞ്ഞുമുഖം, ഡ്രിം ചെയ്ത മീശയും തടിയും, അലസമായി നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിഴകൾ, പഞ്ഞിക്കെട്ട് പോലെയുള്ള എന്തോ ഒന്നിന്റെ മാർദ്ദവത്തിൽ ലയിച്ചുപോയ ശിവ പതുക്കെ കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്നിൽ നോക്കി നിൽക്കുന്ന ഒരുവളെയാണ് കണ്ടത്. ആളെന്തോ ആലോചനയിലാണെന്ന് കണ്ടവൻ അവളുടെ കണ്ണുകളിൽ ഊതി വിട്ടു. ശക്തിയേറിയ കാറ്റ് കണ്ണിലടിച്ചപ്പോൾ അവൾ വിഴികൾ ഇറുക്കിയടിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് കുസൃതിയോടെ നോക്കി. ശിവ മിത്തുവിന്റെ കണ്ണിലേക്കൊന്ന് ശക്തമായി ഊതി. മിത്തു. ശിവയുടെ ശബ്ദം പ്രണയാർദ്രമായി. അവളുടെ ഹൃദയം വേഗത്തിൽ തുടികൊട്ടുന്നത് അവനും അറിയുന്നുണ്ട്. അവൻ അവളെ ഒന്ന് കറക്കി തന്റെ നെഞ്ചിലായി കിടത്തി. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാതെ മിത്തു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. താൻ ശിവയുടെ നെഞ്ചിലായാണ് കിടക്കുന്നതെന്നും അവന്റെ കൈകൾ തന്നെ വലയം ചെയ്തിട്ടുണ്ടെന്നും മനസ്സിലായപ്പോൾ അവൾ വീണ്ടും മാനസിക സമ്മർദ്ദത്തിലായി. ഇതൊക്കെ മനസ്സിലാക്കിയ ശിവയുടെ ചുണ്ടില് കുസൃതി ചിരിയുണ്ടായിരുന്നു. മിഥു നഷ്ടപ്പെട്ട മനസാന്നിധ്യം വീണ്ടെടുത്തു. അവൾ ശിവയെ തള്ളിമാറ്റാനായി വിഫല ശ്രമം നടത്തി. ജിമ്മും മസിലും കരാട്ടയും ബോക്സിങ്ങും ഒക്കെയായി ജീവിച്ചവന് ഒന്നനക്കാൻ പോലും അവൾക്കായില്ല. അവളുടെ ശ്രമം കണ്ട് അവന് ചിരിപൊട്ടി. എന്തേ, നിനക്ക് പോണോ? ഒരു പ്രത്യേക ടോണിൽ അവൻ അവളോട് ചോദിച്ചു. തർക്കുത്തരം പറയാനായി മാത്രമേ രണ്ടാളും ഇതുവരെയും സംസാരിച്ചിട്ടുള്ളൂ. അതും എല്ലാവരും ഉള്ളപ്പോൾ. ഇതാദ്യമായാണ്. ഇത്ര അടുത്തുപോലും അവൾ ചിന്തിച്ചു. ഡോ, ഒന്ന് മാറിക്കേ, എനിക്ക് എണീക്കണം. ചിന്തകളിൽ നിന്നുണർന്നവൾ അവനോട് പറഞ്ഞു. എന്താടി, ഡോ എന്നോ? ഓ പിന്നെ, ഒരു ശിവേട്ടൻ. ഒന്ന് പോടോ വൃത്തികെട്ടവനെ. പുച്ഛത്തോടെ അവളിൽ നിന്ന് കേട്ട വാക്കുകളിൽ ശിവൻ ഞെട്ടിപ്പോയിരുന്നു. എടി കുരുട്ടടയ്ക്ക്, ഈ വിളിക്കുന്ന വാക്കുകളുടെ അർത്ഥമൊക്കെ നിനക്കറിയോ? ഞാൻ എപ്പോഴടി? അവൻ അവളോട് പറഞ്ഞു. ഒന്ന് മാറിക്കേടോ, ഇത് ബാഡ് ടച്ചാണ്. എനിക്കിതൊക്കെ അറിയാം. അവളുടെ വാക്ക് കേട്ട് അവൻ അറിയാതെ മാറിപ്പോയി. അവൾ എഴുന്നേറ്റ് അവിടെ നിന്ന് ഓടി മാറി. അവന്റെ പറന്നുപോയ കിളികൾ തിരികെ കൂട്ടി വന്നാൽ പണി കിട്ടുമെന്ന് മിത്തുവിന് അറിയായിരുന്നു. അപ്പോൾ മിത്തുവിന്റെ ചുണ്ടുകളിൽ കുസൃതിയും നാണവും കലർന്ന ചിരി നിറഞ്ഞിരുന്നു. അപ്പോഴും ശിവ പറന്നുപോയ കിളികളുടെ റൂട്ട് മാപ്പ് എടുക്കുകയായിരുന്നു. ബോധം വന്ന ശേഷം ശിവ നോക്കിയത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഒരാളിലേക്കാണ്. അജു. ഇവനിത് എപ്പോ വന്നു? അവൻ മനസ്സിൽ പറഞ്ഞു. അജു എന്താടാ? ശിവ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്ന അജുവിനെ വിളിച്ചു. ഇവിടെ എന്താടാ സംഭവിച്ചത്? ഞങ്ങളറിയാതെ എന്തൊക്കെയോ ഉണ്ടല്ലോ. അജുവിന്റെ കിളികളും ഈ കാഴ്ച കണ്ട് കൂടുവിട്ടു പോയിരുന്നു. നീ എപ്പോ വന്നു? ശിവ ഒരു എളിഞ്ഞ ചിരിയോടുകൂടി ചോദിച്ചു. കറക്റ്റ് സമയം പറഞ്ഞ നിങ്ങൾ രണ്ടാളും കണ്ണും കണ്ണും നോക്കി കിടക്കുമ്പോൾ മുതലുണ്ടായിരുന്നു. അജു കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കണ്ടല്ലേ? ശിവ ഒരു നാണത്തോടെ ചോദിച്ചു.
നല്ല വെടിപ്പായി കണ്ടു. ഒരു കാമദേവൻ വന്നിരിക്കുന്നു. എണീറ്റ് പോടാ. അജു അവനെ നോക്കി കണ്ണുരുട്ടി. ഡാ, അങ്ങനൊന്നുമില്ല. ബാട്ടച്ചൊന്നും ചെയ്തില്ല. അവൾക്ക് ഭ്രാന്താടാ. ശിവ പെട്ടെന്ന് പറഞ്ഞു. ആ മതി മതി. കണ്ണും കണ്ണും നോക്കി കിടന്ന് എന്നെപ്പോലും രണ്ടും കണ്ടില്ല. അവളും മായാലോകത്തെന്ന പോലെ പോകുന്നുണ്ട്. ഞാനായത് കാര്യമായി. ദേവോ വൈശാഖോ അങ്കിൾമാരോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്തായിനി? പറഞ്ഞുകൊണ്ട് അജു തന്റെ കൈകൾ ശിവയ്ക്ക് നേരെ നീട്ടി. അവനതിൽ പിടിച്ചു മെല്ലെ എണീറ്റു. കണ്ടാലെന്താ, സിമ്പിള്. എനിക്കിവളെ കെട്ടിച്ചു തരും, അത്ര തന്നെ. ഒരു പുരികം പൊക്കി പറയുന്നവനെ അജു അത്ഭുതത്തോടെ നോക്കി. ശിവ, ശരിക്കും? അജുവിന് അത്ഭുതമായി. ശരിക്കും അവളാണ് ഇത്ര നാളും ഞാൻ തേടിയലിഞ്ഞ എൻ്റെ ബെറ്റർ ഹാഫ്. അവളെ ആദ്യമായി കണ്ട അന്ന് തന്നെ ഞാനത് തിരിച്ചറിഞ്ഞതാണ്. ഈ എതിർപ്പൊന്നും നോക്കണ്ട, അവൾക്ക് എന്നെ ഇഷ്ടം. ശിവ സീരിയസ് ആയി പറഞ്ഞു. അവൾ നിന്നോട് പറഞ്ഞു അങ്ങനെ? അജു ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്ക് ഈ പ്രേമത്തെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ടാ. നമ്മളെ ഒരാൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാകുന്നില്ല. അവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിച്ചാൽ മതി. അവരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം മനസ്സിലാകും. അതാണ് ഈ പ്രണയത്തിന്റെ പവർ. അജുവിന്റെ മനസ്സിലേക്ക് ദേവുവിന്റെ മുഖം ഇരച്ചു വന്നു. അവന്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അല്ല, നീ എന്താ ഇവിടേക്ക് വന്നത്? എന്തെങ്കിലും കാര്യത്തിനാണോ? ശിവയുടെ ശബ്ദത്തിൽ നിന്നും സ്വപ്ന ലോകത്തു നിന്നും അജു തിരികെ വന്നു. ദേവുവിന്റെ റൂമിൽ നിന്നും വയലിൻ എടുക്കാൻ വന്നതാ. അവളവിടെ തിരക്കിലായിരുന്നു. മിഥുനെയും കണ്ടില്ല, അതാ ഞാൻ വന്നേ. അജു കാര്യം പറഞ്ഞു. നീ വാ നോക്കാം. രണ്ടാളും ദേവുവിന്റെ മുറിയിൽ ചെന്നു. വയലിനെടുത്ത് തിരികെ നടക്കുമ്പോൾ അർജുൻ്റെ കൈ തട്ടി ഒരു ഡയറി താഴെ വീണു. അതിൽ നിന്നൊരു ഫോട്ടോ നിലത്തേക്ക് പതിച്ചു. അർജുൻ ആ ഫോട്ടോ കൈകളിലെടുത്തു. ആ ഫോട്ടോ അർജുന്റെ കൈകളിൽ കിടന്ന് വിറയ്ക്കുന്നത് പോലെ അവന് തോന്നി. അർജുന്റെ ഈ അവസ്ഥ കണ്ട് ശിവയും ആ ഫോട്ടോയിലേക്ക് നോക്കി. മോഹിനിയാട്ടം വേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന പെൺകുട്ടി. അവൾ ഒരാളിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങും. അജു, ഈ ഫോട്ടോ? ശിവയുടെ വാക്കുകൾ കേൾക്കെ അജു ചിന്തകളിൽ നിന്നുണർന്നു. ആ, ശിവ, ഞാൻ പറയാം. തൽക്കാലം ഇതിൽ നിന്നൊന്ന് ഫ്രീ ആവട്ടെ. അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൻ ഡയറിയും ഫോട്ടോയും എടുത്തിരുന്നു. വയലിൻ ശിവയുടെ കയ്യിൽ കൊടുത്തു വിട്ട ശേഷം അവൻ ഡയറിയുമായി അവൻ്റെ റൂമിലേക്ക് പോയി. ഡയറി സുരക്ഷിതമായി വെച്ച ശേഷം താഴേക്ക് വന്നു. എല്ലാവരും ഒത്തുചേർന്ന സന്തോഷകരമായ അന്തരീക്ഷം. അർജുന്റെ വയലിൻ പെർഫോമൻസ് കണ്ട് അതിശയിച്ചിരിക്കുകയാണ് ദേവു മിത്തു. അജുവേട്ട, ഞങ്ങളുടെ അഗ്നിയെപ്പോലെ. അപ്പൊ ഇതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നല്ലേ? അജുവിന്റെ കൈകളിൽ മുറുക്കി പിടിച്ച് മിത്തു പറഞ്ഞപ്പോൾ അവൻ ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നെറുകയിൽ ഒന്ന് തലോടി. ഇനി പാട്ടായാലോ? അർജുൻ എല്ലാവരോടും ചോദിച്ചു. പാട്ട് വേണം. ആദ്യം മിതു ആവേശത്തോടെ പറഞ്ഞു. എങ്കിൽ മിത്തു പാട്. അർജുൻ മിതുവിനെ നോക്കി പറഞ്ഞു. അവൾ മുന്നേ പാടിയതല്ലേ, ദേവുട്ടി നീ പാട്. ആദ്യം വിളിച്ചു പറഞ്ഞു. അയ്യോ, ഞാനോ? ഇനി ആവട്ടെ. ദേവു കുറിച്ച് മടിയോടെയാണ്. ദേവുട്ടി പാടടി പ്ലീസ്. ആദ്യേട്ടൻ്റെ ആഗ്രഹമല്ലേ? ആദ്യം അവളുടെ കൈപിടിച്ചു പറഞ്ഞപ്പോൾ ദേവു പാടണമെന്ന് ശിവയും അവളുടെ അടുത്തേക്കായി വന്ന് നിന്ന് പറഞ്ഞു. അതവളുടെ കണ്ണിൽ നോക്കി നിൽക്കുകയാണ്, മറ്റേതോ ലോകത്തെന്ന പോലെ. പൊന്നോല തുമ്പി പൂവാലി തുമ്പി. ദേവു പാടി ബാക്കി പാടാനായി വന്നതും അജുവാണ് ബാക്കി കൂട്ടിച്ചേർത്തത്. നീയില്ലെങ്കിൽ ഇന്നൻ ജന്മം. ദേവു അജുവും സ്വയം മറന്ന് കണ്ണുകളെ നോക്കി പാടി. ചുറ്റുമുണ്ടായിരുന്നവരെ പോലും വിസ്മരിപ്പിച്ചവർ തങ്ങളുടെ സ്വപ്ന ലോകത്തിലൂടെ പായുകയായിരുന്നു. അപ്പോൾ ദേവുവും അജുവും ചേർന്ന് മനോഹരമായ ആ പ്രണയഗാനം പാടി അവസാനിപ്പിച്ചപ്പോഴേക്കും കൈയടിക്കാത്തതായി ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതർവ് തന്റെ നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ചു. കുറച്ച് സമയങ്ങൾ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ ചിലവഴിച്ച ശേഷം മിത്തുവും കുടുംബവും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു. ഫോട്ടോയെക്കുറിച്ച് ചോദിക്കാൻ അജുവിനെ ബാൽക്കണിയിലേക്ക് ശിവ പിടിച്ചുകൊണ്ടുവന്നു. അജു, സത്യം പറ, നിനക്ക് ദേവുവിനെ മുന്നേ അറിയോ? നീ ഇനി എന്തു പറഞ്ഞാലും ഞങ്ങൾ അറിയാതെ എന്തോ ഒരു ബന്ധം നിനക്ക് ദേവൂട്ടിയുമായി ഉണ്ട്, അതെനിക്ക് ഉറപ്പാ. ശിവ പറഞ്ഞപ്പോൾ അർജുൻ അവനോട് മറുത്തൊന്നും പറഞ്ഞില്ല. ആ ഫോട്ടോ, അത് നീയല്ലേ ദേവുവിന് സമ്മാനം കൊടുക്കുന്നത്? അപ്പോൾ നീ പ്ലാൻ ചെയ്ത് വാങ്ങിയതാണോ ഈ മന? ശിവ പറഞ്ഞത് കേട്ട് അജു ഒന്നും ഞെട്ടി. എൻ്റെ ശിവ, നീ ഇങ്ങനെ ഞാൻ മനസ്സിൽ കരുതാത്തതൊന്നും പറയല്ലേ.
ആ ഞെട്ടലിൽ നിന്നും പുറത്തു വന്നൂടെ അജു ശിവയോട് പറഞ്ഞു. എങ്കിൽ പിന്നെ മണിമണിയായി കാര്യങ്ങൾ ഇങ്ങോട്ട് പോന്നോട്ടെ. ഈ ഫോട്ടോയ്ക്ക് പിന്നിലുള്ള സത്യങ്ങൾ അതാണ് എനിക്ക് അറിയേണ്ടത്. ശിവ പ്രത്യേക താളത്തിൽ അർജുനോട് പറഞ്ഞു. അത് പ്രത്യേകിച്ചൊന്നുമില്ല ശിവ. മുന്നേ നമ്മൾ പഠിക്കുന്ന ടൈം, കുറേയേറെ വർഷങ്ങൾക്ക് മുന്നേ ഡാഡിക്ക് വയനാട്ടിൽ ഒരു സ്കൂളിൽ ചീഫ് ഗസ്റ്റായി പോകേണ്ടി വന്നു. അന്ന് ഞാനും ഡാഡിയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഡാഡിക്ക് മറ്റൊരു എമർജൻസി വന്നിട്ട് ആ പ്രോഗ്രാമിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ചീഫ് ഗസ്റ്റായി ഡാഡിക്ക് പകരം എത്തിയത്. അന്നൊരു വെൽക്കം പ്രോഗ്രാം പോലെ കുറേ ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്ക് ട്രോഫി കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന്. അതിമനോഹരമായി നൃത്തം ചെയ്ത ഒരു പെൺകുട്ടിയും ആ ഫുൾ A+ ജേതാക്കളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവളുടെ മുഖം എനിക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവളുടെ പേര് ദേവാർച്ചന വാസുദേവൻ. അതെന്റെ ഹൃദയത്തിൽ അന്ന് പതിഞ്ഞിട്ടുണ്ടായിരുന്നു ശിവ. പക്ഷെ അത് ദേവയാകുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. കുറച്ചുനാൾ അടുപ്പിച്ച ആ പെൺകുട്ടിയുടെ നൃത്തം എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വരുമായിരുന്നു. പിന്നെ തിരക്കുകളിൽ പെട്ടപ്പോൾ എപ്പോഴോ വരുന്ന ഒരു വിരുന്നുകാരിയായി മാറി ആ മുഖം. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശിവ, അത് ദേവയായിരുന്നുവെന്ന്. തുടരും. കഥ ഇഷ്ടാവുന്നുണ്ടോ?